നമ്മുടെ അണ്ടല്ലൂർ ധർമ്മടംകാരുടെ ഒരു ഹൃദയമിടിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അണ്ടല്ലൂർ ഉത്സവം. ആ ഉത്സവത്തിൽ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു വൈബ് മനസ്സിലാവും. നിങ്ങൾ ഒരു വീട്ടിൽ നിങ്ങളെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഒരു വെള്ളം കുടിക്കാൻ അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാൻ ഒരു വീട്ടിൽ കയറി ചെന്നാൽ നിങ്ങൾ അവിടുത്തെ കുടുംബക്കാരായി. അവര് നിങ്ങളെ ക്ഷണിച്ച് വീട്ടിലിരുത്തി ചായകൾ തന്നു. നമുക്കൊരു അവിലും പൊരിയും എന്നിട്ടൊരു സാധനം, അതാണ് നമ്മുടെ പ്രസാദം. അവിലും പൊരിയും പഴമൊക്കെ കുഴച്ചൊരു അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം ചായയും തന്ന് അത് കഴിഞ്ഞ് നിങ്ങൾ ഭക്ഷണം കഴിച്ച് വിടുള്ളൂ. നമ്മളെപ്പോഴും ഇപ്പൊ എങ്ങനെയാന്ന് അറിയില്ല, പക്ഷേങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ എക്സ്ട്രാ ഫുഡ് നമ്മൾ കരുതും. കാരണം ഉത്സവത്തിന് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും നമുക്ക് അറിയുന്നത്, അവരെപ്പോഴും നമ്മളെ വീട്ടിൽ വരുമല്ലോ. അപ്പൊ അവർക്കൊക്കെ ആയിട്ടുള്ള ഫുഡ് നമ്മൾ അവിടെ ഉണ്ടാക്കും. അത് മസ്റ്റാണ്. ആരും വന്നിട്ട് ഫുഡ് ഇല്ല, ഫുഡ് കഴിക്കാണ്ട് പോകുന്നത് ആക്ച്വലി പിന്നെ വെജിറ്റേറിയൻ ആയിരിക്കും ആ 7 days നമ്മൾ വെക്കും. പക്ഷെ നല്ല ഇത് തലശ്ശേരിയിലാണ്. അതെ, ഇത് തലശ്ശേരി ഗ്രാമം ധർമ്മടാണ് അണ്ടല്ലൂർ. എന്തൊക്കെയാ പ്രത്യേകത അവിടുത്തെ? അവിടെ ആക്ച്വലി ശ്രീരാമന്റെ ഒരു തെയ്യാണ്. ശ്രീരാമൻ കെട്ടി ആടുന്ന തെയ്യം എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ക്ഷേത്രങ്ങളിൽ മാത്രമേ ഉള്ള. ശ്രീരാമനും സീതയും ലക്ഷ്മണനും. അപ്പോൾ അത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. മെയ്യാല് കൂടാന്നൊക്കെ പറഞ്ഞൊരു ചടങ്ങുണ്ട്. അത് അവിടെയുള്ള നമ്മളെ ദേശവാസികള് ആണുങ്ങള് വ്രതം എടുത്തിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ശ്രീരാമന്റെ കൂടെ ഇങ്ങനെ 7 ദിവസം തുറത്തും മുണ്ടൊക്കെ ഇട്ടിട്ട് മാത്രമേ അവര് ചെയ്യുള്ളൂ. അത് ഫെബ്രുവരിയിലാണ് വരുന്നത്. മസ്റ്റ് വിസിറ്റ് എന്തായാലും വരണം കേട്ടോ. നമ്മളെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് 7 ദിവസം